പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജനുവരി 16 വ്യാഴം. പ്രധാന വാർത്തകൾ. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട് 4 വിദേശികളെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. പോലീസ് കമാൻഡിന്റെ നേതൃത്വത്തിലുള്ള നർക്കോട്ടിക് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് കൺട്രോൾ ഡിപ്പാർട്ട്മെന്റാണ് ഏഷ്യൻ വംശജരായ പ്രതികളെ പിടികൂടിയത്. 85 കിലോയിലധികം ക്രിസ്റ്റൽ മയക്കുമരുന്നും ഹാഷിഷും മരിച്വാനയും പിടിച്ചെടുത്തു. പ്രതികൾ ഏഷ്യൻ രാജ്യക്കാരാണ്. നിയമ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ROP അറിയിച്ചു. ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫയുടെ ഒമാൻ സന്ദർശനത്തിന്റെ ഭാഗമായി ഇരു രാജ്യങ്ങളും 25 ധാരണാപത്രങ്ങൾ, കരാറുകൾ, എക്സിക്യൂട്ടീവ് പരിപാടികൾ എന്നിവയിൽ ഒപ്പുവെച്ചു. ടാക്സ് അതോറിറ്റിയും ബഹ്റൈൻ നാഷണൽ ബ്യൂറോ ഓഫ് റവന്യൂവും തമ്മിലുള്ള ഇരട്ട നികുതി ഒഴിവാക്കുന്നതിനുള്ള കരാറാണ് ഇതിൽ പ്രധാനമായത്. ആരോഗ്യമേഖല, വാർത്താമാധ്യമ മേഖല, തൊഴിൽ സഹകരണം, മാനവ വിഭവശേഷി വികസനം, കൃഷി, മത്സ്യബന്ധനം, ജലവിഭവം, മുനിസിപ്പാലിറ്റി കാര്യം, കാർഷിക മേഖല, മൃഗസംരക്ഷണം, വികസനം, ഭക്ഷ്യസുരക്ഷ, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും ധാരണയിലെത്തി. കാലാവസ്ഥാശാസ്ത്ര മേഖലയിൽ സിവിൽ ഏവിയേഷൻ അതോറിറ്റിയും ബഹ്റൈൻ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയവും തമ്മിൽ ധാരണാപത്രവും, മതകാര്യം, സക്കാത്ത് എന്നീ മേഖലകളിൽ റോയൽ അക്കാദമി, മനുഷ്യക്കടത്തിനെ ചെറുക്കുന്നതിനുള്ള നടപടികൾ എന്നിവയിലും സഹകരിച്ച് പ്രവർത്തിക്കുന്നതിനും ഇരു രാഷ്ട്രങ്ങളും തമ്മിൽ ധാരണയിലെത്തി. ഇന്ത്യൻ സെക്ടറുകളിൽ നിന്ന് ഒമാനിലേക്ക് വരുന്നവരുടെ ബാഗേജ് പരിധി വർദ്ധിപ്പിച്ച് എയർ ഇന്ത്യ എക്സ്പ്രസ് 20 കിലോ ആയിരുന്നത് 30 കിലോ ആയാണ് വർദ്ധിപ്പിക്കുന്നത്. ജനുവരി 15 മുതൽ ടിക്കറ്റ് എടുക്കുന്നവർക്ക് ഈ സൗകര്യം ലഭ്യമാകും. വിമാന കമ്പനികൾ ബാഗേജ് നയം കർശനമാക്കിയത് സമീപകാലത്ത് പ്രവാസികളെ നിരാശപ്പെടുത്തിയിരിക്കെ ആശ്വാസ വാർത്തയാണിത്. നേരത്തെ ബാഗേജ് 20 കിലോയും ഹാൻഡ് ബാഗേജ് 7 കിലോയും ആയിരുന്നെങ്കിലും അല്പം അധികമായാൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നു. എന്നാൽ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ മാർഗനിർദ്ദേശപ്രകാരമാണ് ഈ മാസം മുതൽ വിമാന കമ്പനികൾ ബാഗേജ് നയം കർശനമാക്കിയിട്ടുണ്ട്. നേരത്തെ എയർ അറേബ്യയും ഹാൻഡ് ബാഗേജ് വർദ്ധിപ്പിച്ചിരുന്നു. ആരോഗ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ പ്രവർത്തിച്ചുവന്ന 7 ഭക്ഷ്യോൽപ്പന്ന വിൽപ്പനശാലകൾ അടച്ചുപൂട്ടി. ദാഖിലിയ ഗവർണറേറ്റിലെ അൽഹംറ വിലായത്തിൽ നഗരസഭാ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ നിയമലംഘനം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസങ്ങളിലായിരുന്നു പരിശോധന നടന്നത്. പരിശോധനാ വേളയിൽ ചെറുതും വലുതുമായ നിയമലംഘനങ്ങൾ കണ്ടെത്തി. ഗുരുതരമല്ലാത്ത നിയമലംഘനങ്ങൾക്ക് മുന്നറിയിപ്പു നൽകി. ചില കേസുകളിൽ പിഴയും ചുമത്തി. എന്നാൽ കനത്ത കുറ്റം കണ്ടെത്തിയ ഷോപ്പുകളാണ് അടച്ചുപൂട്ടിയത്. ആരോഗ്യ സുരക്ഷയ്ക്കു ഭീഷണി സൃഷ്ടിക്കുന്ന ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതും വിതരണം ചെയ്യുന്നതും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. സ്ഥാപനങ്ങൾക്കകത്ത് മതിയായ സുരക്ഷയും ശുചിത്വവും പാലിക്കാത്തവർക്കെതിരെയും നടപടിയുണ്ട്. പരിശോധനയിൽ 27 കിലോഗ്രാം ഉപയോഗശൂന്യമായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തതായി നഗരസഭ അറിയിച്ചു. ഉപയോഗശൂന്യമായതും ആരോഗ്യത്തിന് ഹാനികരവുമായ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുന്നത് തടയുന്നതിനായി പരിശോധനയും നടപടികളും തുടരുമെന്ന് അധികൃതർ വ്യക്തമാക്കി. സുൽത്താൻ ഹൈതം ബിൻ താരിഖിന്റെ സ്ഥാനാരോഹണ ദിനത്തിന്റെ 5ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി മസ്കത്തിൽ നാളെ ബോട്ടുകളുടെ പരേഡ് സംഘടിപ്പിക്കുന്നു. ദേശീയ ആഘോഷങ്ങളുടെ സെക്രട്ടേറിയറ്റ് ജനറൽ, പൈതൃക വിനോദസഞ്ചാര മന്ത്രാലയം, മസ്കത്ത് മുനിസിപ്പാലിറ്റി എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിൽ നടക്കുന്ന ഈ ജലഘോഷയാത്രയ്ക്ക് നഗരസഭാ ഗവർണർ സയ്യിദ് സയീദ് ബിൻ ഹിലാൽ അൽ ബുസൈദി കാർമ്മികത്വം വഹിക്കും. ഒമാന്റെ സമ്പന്നമായ നാവിക പൈതൃകത്തിന്റെ ആഘോഷമായിരിക്കും ബോട്ട് പരേഡ് എന്ന് അധികൃതർ പ്രസ്താവനയിൽ പറഞ്ഞു. മറീന ബന്ദർ അൽ റൗദയിൽ രാവിലെ 8:30 ബോട്ടുകൾ ഒത്തുചേരുകയും 9 മണിക്ക് ഘോഷയാത്ര ആരംഭിക്കുകയും ചെയ്യും. ജുമൈറ ഹോട്ടൽ, മത്ര കോർണിഷ് എന്നിവിടങ്ങളിലൂടെ സഞ്ചരിച്ച് അൽ മൗജ് മസ്കത്ത് മറീനയിൽ വൈകിട്ട് 5 മണിയോടെ പരേഡ് സമാപിക്കും. ബോട്ടുകളുടെ പരേഡിൽ പങ്കെടുക്കുന്നവർ മസ്കത്തിന്റെ മനോഹരമായ ജലാശയങ്ങളിലൂടെ സഞ്ചരിച്ച് ദേശീയ ഐക്യവും അഭിമാനവും പ്രകടിപ്പിക്കും. കൊടികളും തോരണങ്ങളുമായി അലങ്കരിച്ച ബോട്ടുകളിലുള്ള യാത്ര ഏറെ ശ്രദ്ധേയമാക്കും. ഘോഷയാത്രയിൽ എല്ലാവർക്കും പങ്കെടുക്കാനാകും. ഓൺലൈൻ ലിങ്കിൽ 2 റിയാൽ രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കും. പ്രവാസികൾക്ക് മുൻകൂട്ടി ബുക്ക് ചെയ്ത് പരേഡിന്റെ ഭാഗമാകാനാകും.
അൽമൗജിൽ നിന്നും മസ്കത്തിലേക്ക് മുവാസലാത്ത് ബസ്സിൽ തിരിച്ചെത്താനും സൗകര്യമൊരുക്കിയിട്ടുണ്ട്. അനുകൂല കാലാവസ്ഥയും ജലഘോഷയാത്രയെ മനോഹരമാക്കും. പരേഡിനെത്തുന്നവർക്ക് മികച്ച സൗകര്യങ്ങളും അധികൃതർ ഒരുക്കുന്നുണ്ട്. രാജ്യത്തെ തൊഴിൽ വേതന സംരക്ഷണ സംവിധാനത്തിൽ സ്വകാര്യ മേഖലയിലെ 98,922 സ്ഥാപനങ്ങൾ ഇതിനോടകം രജിസ്റ്റർ ചെയ്തതായി തൊഴിൽ മന്ത്രാലയം അധികൃതർ വ്യക്തമാക്കി. ഈ സ്ഥാപനങ്ങൾ 24,943 എണ്ണം മാത്രമേ WPS വഴി വേതനം വിതരണം ചെയ്യുന്നുള്ളൂ. സർവീസ് സസ്പെൻഷനും പിഴകളും ഒഴിവാക്കാൻ എല്ലാ ബിസിനസ് ഉടമകളും WPSൽ രജിസ്റ്റർ ചെയ്യുകയും ഇതുവഴി ശമ്പളം വിതരണം ചെയ്യുകയും വേണമെന്ന് മന്ത്രാലയം അറിയിച്ചു. ചട്ടങ്ങൾ പാലിക്കാത്ത സ്ഥാപനങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം സ്വകാര്യ മേഖലയിലെ തൊഴിലുടമകൾ വേതന സംരക്ഷണ സംവിധാനം വഴി ശമ്പളം കൈമാറുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ തൊഴിൽ മന്ത്രാലയം നടപടി ശക്തമാക്കിയിട്ടുണ്ട്. നിശ്ചിത തൊഴിൽ കാലയളവ് പൂർത്തിയാക്കി 3 ദിവസത്തിനുള്ളിൽ ഈ ബാങ്കുകൾ വഴി ശമ്പളം കൈമാറണമെന്നാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. നേരത്തെ 7 ദിവസം വരെ സമയം അനുവദിച്ചിരുന്നു. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് വേതനം നൽകുന്നത് നിരീക്ഷിക്കുക, തൊഴിൽ കരാറിൽ സമ്മതിച്ചതുപോലെ തൊഴിലുടമകൾ കൃത്യസമയത്ത് വേതനം കൈമാറുന്നുണ്ടെന്ന് ഉറപ്പാക്കുക എന്നിവയാണ് WPSലൂടെ ലക്ഷ്യമിടുന്നത്. WPSൽ രജിസ്റ്റർ ചെയ്യുന്നതിലോ നടപ്പാക്കുന്നതിലോ വീഴ്ച വരുത്തിയ 1,86,817 സ്ഥാപനങ്ങൾക്ക് തൊഴിൽ മന്ത്രാലയം മുന്നറിയിപ്പ് സന്ദേശം അയച്ചിരുന്നു. വലിയ വീഴ്ചകളുണ്ടായ 57,396 സ്ഥാപനങ്ങൾക്ക് നേരിട്ട് മുന്നറിയിപ്പ് നൽകിയതായി അധികൃതർ അറിയിച്ചു. ബാങ്കുകൾ വഴിയോ അല്ലെങ്കിൽ സേവനം നൽകാൻ അംഗീകൃതവും അംഗീകാരമുള്ളതുമായ ധനകാര്യ സ്ഥാപനങ്ങൾ വഴിയോ തൊഴിലാളികളുടെ വേതനം നൽകാൻ കമ്പനികളെ അനുവദിക്കുന്ന ഇലക്ട്രോണിക് ശമ്പളമാറ്റ സംവിധാനമാണ് WPS. തൊഴിൽ മന്ത്രാലയം സെൻട്രൽ ബാങ്കുമായി സഹകരിച്ചാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. തൊഴിലാളികളുടെ ശമ്പളം അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിലൂടെ കമ്പനികൾ തൊഴിൽ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോയെന്ന് ഉറപ്പിക്കാൻ സഹായകമാണിത്. സ്വകാര്യ മേഖലയിലെ ജീവനക്കാരുടെ ശമ്പളത്തിന്റെ കൃത്യമായ ഡാറ്റാബേസ് സ്ഥാപിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടുള്ള സാമ്പത്തിക പരിഷ്കരണത്തിന്റെ സുപ്രധാന ഘടകമായി WPSനെ കണക്കാക്കുന്നു. ഈ സമയം സുസ്ഥിരമായ തൊഴിലാളി ബന്ധം പ്രോത്സാഹിപ്പിക്കുകയും ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും ചെയ്യും. വേതനവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ കുറയ്ക്കാനും സഹായിക്കും. തൊഴിലാളികളുടെ വേതനം നിശ്ചിത തീയതിയുടെ 7 ദിവസത്തിനുള്ളിൽ ബാങ്കുകളിലേക്ക് മാറ്റാൻ തൊഴിലുടമ ബാധ്യസ്ഥനാണ്. തൊഴിലാളികളുടെ വേതനത്തിൽ എന്തെങ്കിലും മാറ്റം വരുമ്പോൾ തൊഴിലുടമ മന്ത്രാലയവുമായുള്ള തൊഴിൽ കരാറുകൾ അപ്ഡേറ്റ് ചെയ്യുകയും വേണം. എന്നാൽ ചില സന്ദർഭങ്ങളിൽ WPSലൂടെ തൊഴിലാളികളുടെ വേതനം കൈമാറ്റം ചെയ്യുന്നതിൽ നിന്ന് തൊഴിലുടമയെ ഒഴിവാക്കിയിട്ടുണ്ട്. അവ ഇപ്രകാരമാണ്: തൊഴിലാളിയും ഉടമയും തമ്മിലുള്ള തൊഴിൽ തർക്കവും അത് തൊഴിലാളിയുടെ ജോലി നിർത്തുന്നതിന് കാരണമാകുകയും ചെയ്യുക, നിയമപരമായ സാധുതയില്ലാതെ തൊഴിലാളി സ്വമേധയാ ജോലി ഉപേക്ഷിക്കുക, ജോലി ആരംഭിച്ച തീയതി മുതൽ 30 ദിവസം പൂർത്തിയാക്കാത്ത പുതിയ തൊഴിലാളികൾ, ശമ്പളമില്ലാതെ അവധിയിൽ കഴിയുന്ന തൊഴിലാളികൾ. അതേസമയം തൊഴിൽ മന്ത്രാലയം പുറപ്പെടുവിച്ച വേതന സംരക്ഷണ സംവിധാനത്തിന്റെ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാത്ത 57,398 സ്വകാര്യ സ്ഥാപനങ്ങൾക്കെതിരെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴി ജീവനക്കാരുടെ ശമ്പളം കൈമാറിയിട്ടില്ലെങ്കിൽ 50 റിയാൽ പിഴ ചുമത്തും. ആദ്യ മുന്നറിയിപ്പും പ്രാരംഭ വർക്ക് പെർമിറ്റ് നൽകുന്ന സേവനവും താൽക്കാലികമായി നിർത്തിവെക്കും. പിന്നീടാണ് പിഴ ചുമത്തുക. തെറ്റ് ആവർത്തിക്കുകയാണെങ്കിൽ പിഴ ഇരട്ടിയാക്കുകയും ചെയ്യും. ബുറൈമി ഗവർണറേറ്റിൽ റോയൽ ഒമാൻ പോലീസ് നടത്തിയ പരിശോധനയിൽ തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിച്ച പ്രവാസികൾ അറസ്റ്റിലായി. മഹ്ദ വിലായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 68 പേരെയാണ് പിടികൂടിയത്. അറസ്റ്റിലായവർ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യക്കാരാണ്. പിടിയിലായവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് അറിയിച്ചു. അതേസമയം തൊഴിൽ നിയമ ലംഘകരെ പൂട്ടാൻ തൊഴിൽ മന്ത്രാലയവും കർശന പരിശോധന നടത്തിവരികയാണ്. തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകുന്ന പരിശോധനയിൽ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി സർവീസസ് വിഭാഗവും സഹകരിക്കുന്നുണ്ട്. തൊഴിൽ വിപണി ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് മന്ത്രാലയം പരിശോധന ശക്തിപ്പെടുത്തുന്നത്. പുതിയ വഴികൾ അവലംബിച്ചുള്ള പരിശോധനയിൽ തൊഴിൽ നിയമങ്ങൾ, മന്ത്രാലയം നിർദ്ദേശങ്ങൾ എന്നിവ പാലിക്കാതെ പ്രവർത്തിക്കുന്ന കമ്പനികളെയും സ്ഥാപനങ്ങളെയും തൊഴിലാളികളെയും കണ്ടെത്തും. ഇതുവഴി ഒമാൻ സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുകയും സ്വദേശികൾക്ക് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യും.
യഥാർത്ഥ സ്പോൺസറിൽ നിന്ന് മാറി മറ്റുള്ളവർക്ക് വേണ്ടി തൊഴിലെടുക്കുന്നതും സ്വന്തം നിലയ്ക്ക് തൊഴിൽ ചെയ്യുന്നതുമെല്ലാം നിയമലംഘനങ്ങളാണ്. സ്വദേശീവൽക്കരിച്ച ജോലികളിൽ ഏർപ്പെടുന്നതും പിടിവീഴാൻ കാരണമാകും. കൃത്യമായ രേഖകൾ ഇല്ലാത്തവരും ഉള്ള രേഖകളുടെ കാലാവധി പുതുക്കാത്തവരും നാളെ മുതൽ അധികൃതരുടെ വലയിൽ വീഴും. തൊഴിൽ താമസ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നതിനാൽ വ്യത്യസ്ത കുറ്റങ്ങളാണ് ഇവർക്കുമേൽ ചുമത്തപ്പെടുക. വ്യാജ വാർത്തകളും തെറ്റായ സന്ദേശങ്ങളും പ്രചരിപ്പിക്കുന്നതിനെതിരെ മുന്നറിയിപ്പുമായി റോയൽ ഒമാൻ പോലീസ് ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്ന് മാത്രം വിവരങ്ങൾ ശേഖരിക്കണമെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഗുരുതരമായ കുറ്റകൃത്യമാണെന്നും പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു. അജ്ഞാതമായ ഉറവിടങ്ങളിൽ നിന്ന് വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. റോഡ് അടച്ചിടുമെന്നും ആരോഗ്യ സേവനങ്ങൾ തടസ്സപ്പെടുമെന്നുമുള്ള തെറ്റായ പ്രചരണങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പോലീസ് മുന്നറിയിപ്പ്. 10ാമത് എഡിഷൻ ഒമാൻ മരുഭൂമി മാരത്തൺ ജനുവരി 18 മുതൽ 22 വരെ അരങ്ങേറും. 5 ഘട്ടങ്ങളിലായി 165 കിലോമീറ്ററാണ് മാരത്തൺ ദൂരമെന്നും സംഘാടകർ അറിയിച്ചു. മരുഭൂപ്രദേശങ്ങളിൽ ചൂട് കുറയുന്ന സമയമാണ് മാരത്തണിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ദിവസങ്ങളിൽ പകൽ സമയം ഉയർന്ന താപനില 25 ഡിഗ്രി സെൽഷ്യസും ശരാശരി താഴ്ന്ന താപനില 17.3 ഡിഗ്രി സെൽഷ്യസും ആകും. 42 കിലോമീറ്റർ, 32 കിലോമീറ്റർ, 40 കിലോമീറ്റർ, 30 കിലോമീറ്റർ, 21 കിലോമീറ്റർ എന്നിങ്ങനെയാണ് ഓരോ ഘട്ടങ്ങളിലും ദൈർഘ്യം. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.